നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴക്കുതിക്കും ഭീമ ഇപ്പോൾ തൊടുപുഴയിലും. PT തോമസ് MPയുടെ വലിച്ചെറിയാത്ത വാക്കുകൾ പുസ്തക പ്രകാശനം മൂവാറ്റുപുഴയിൽ നടന്നു. കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി പ്രകാശനം നിർവഹിച്ചു. CPM നേതാവ് M ജിനദേവൻ അനുസ്മരണ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. SFI നേതാവ് അനീഷ് രാജിന്റെ മരണത്തിന് ഉത്തരവാദികൾ CPM ആണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ ടർക്കി കോഴി വിതരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ശുചിത്വ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കിഴക്കുതിക്കും ഭീമ ഇപ്പോൾ തൊടുപുഴയിലും. വാർത്തകൾ വിശദമായി. മാനവ സംസ്കൃതി പ്രസിദ്ധീകരിക്കുന്ന PT തോമസ് MP രചിച്ച വലിച്ചെറിയാത്ത വാക്കുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മൂവാറ്റുപുഴയിൽ നടന്നു. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കന്നഡ സാഹിത്യകാരനും കേന്ദ്രമന്ത്രിയുമായ വീരപ്പ മൊയ്ലി പ്രകാശനം നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ, എൽദോമാർ ബെസൂലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബേബി M വർഗീസ്, സംസ്കൃതി സെക്രട്ടറി KS ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻ MP K ഫ്രാൻസിസ് ജോർജ്, മുൻ MLA മാരായ അഡ്വക്കേറ്റ് EM അഗസ്തി, VJ പൗലോസ്, ജോണി നെല്ലൂർ, ബാബു പോൾ, AK മണി, കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ്, സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ് K പൗലോസ്, സിൽക്ക് ചെയർമാൻ TM സലീം, ട്രാവൻകൂർ ഷുഗേഴ്സ് ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ ജോസഫ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, മുനിസിപ്പൽ ചെയർമാൻമാരായ UR ബാബു, KP ബാബു, കോതമംഗലം പ്രസ് ക്ലബ് പ്രസിഡന്റ് KS സുഗുണൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ, മേള പ്രസിഡന്റ് അഡ്വക്കേറ്റ് KC സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. With a lot of depth into it, and he has written every article with that kind of a passion. As we have seen just now, when I entered, I could find Nadu. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന M ജിനദേവന്റെ ചരമദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ അനുസ്മരണ സമ്മേളനം ചേർന്നു. അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനദേവൻ സ്മാരക ട്രസ്റ്റ്, ജനദേവന്റെ ഗുണമാനങ്ങളും പാർട്ടി നേതാക്കന്മാരും ഉൾപ്പെടുന്ന ട്രസ്റ്റ് സാമൂഹിക വീക്ഷണത്തോടുകൂടി നടത്തുന്ന ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് രൂപീകരിച്ചതാണ്. വിദ്യാഭ്യാസ സഹായം നൽകുക, അത്യാവശ്യം ചികിത്സാ സഹായം നൽകുക, വലിയ മഹാകാര്യം എന്ന നിലയിലല്ല അവരത് ചെയ്യും. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ഹെഡ്മാസ്റ്റർ PK അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകുമാർ ആചാരി സന്ദേശം നൽകി. പ്രിൻസിപ്പൽ റോയ് തോമസ്, KV ബിജു, ഷൈനി തോമസ്, ലൂസി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു. SFI നേതാവ് അനീഷ് രാജിന്റെ മരണത്തിന് ഉത്തരവാദികൾ CPM ആണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തിയാൽ KSU സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ നിയാസ് കുരാപ്പള്ളി, സെക്രട്ടറിമാരായ TN അക്ബർ, മോബിൻ മാത്യു, അൻഷൽ ആന്റണി, ഷെല്ലി മാത്യു, PS സോനു തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിൽ ഒരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സമാധാനപരമായ
ഒരു അധ്യയന വർഷത്തിന് സമാരംഭം കുറിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തെരുവീഥികളെ കലുഷിതമാക്കി മാറ്റുക എന്ന പതിവ് കലാപരിപാടി ആവർത്തിക്കുന്നതിനു വേണ്ടി SFI തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇടുക്കി ജില്ലക്കകത്ത് നടന്ന ഒരു സംഭവമാണ്. ഇടുക്കി ജില്ലയിലെ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന അനീഷ് രാജൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള 2 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ടർക്കി കോഴി വിതരണം ആരംഭിച്ചു. സർക്കാർ ഫാമുകളിൽ ഉൽപ്പാദിപ്പിച്ച 1 മാസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് വിതരണം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ് കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PA വേലുക്കുട്ടൻ, ഓമന ജോൺസൺ, ഷേർലി സതീഷ്, ഡോക്ടർ ബിജുരാജ്, AD മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇത്രയും വലിയ ആളൊന്നും വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് പനി പടരുന്നത് തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കുവാൻ ചീഫ് സെക്രട്ടറി ജയകുമാർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ചീഫ് സെക്രട്ടറി നടത്തിയ വീഡിയോ കോൺഫറൻസ് വഴിയാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ, LSG സെക്രട്ടറി ജെയിംസ് വർഗീസ്, NRHM ഡയറക്ടർ ബീന, വിവിധ ജില്ലകളിലെ കളക്ടർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നിർമ്മൽ പുരസ്കാരം ലഭിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ശുചിത്വ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിലേക്കായി കുളമാവ് ഡിവിഷനിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ശ്രീകല ഗോപി, KK രാധാകൃഷ്ണൻ, ടോമി ജോസഫ്, സാജു കൊങ്ങോല, PA വേലുക്കുട്ടൻ, PN രാജു, ഓമന ജോൺസൺ, ബ്രിജിത്ത് സിറിയക്, ടോമി വാളിക്കുളം, KM ജോസഫ്, ബിന്ദു അനിൽകുമാർ, എൽസമ്മ തോമസ്, TV ടോമി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വ്യാപാര സംഘടനകൾ, അധ്യാപക സുഹൃത്തുക്കൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യരംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരുമായി നിരവധി വട്ടം നടത്തിയ ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഇന്ന് ലോകം തന്നെ ഉറ്റുനോക്കുന്ന അതീവ ഗൗരവമേറിയ വിപത്തായി മാലിന്യം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രമാത്രം പ്രചരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നുവോ അതിനേക്കാൾ ശക്തമായി നമ്മുടെ നാട്ടിൽ കൃഷി വകുപ്പും തൊടുപുഴ ജാക്കോയും ചേർന്ന് സംഘടിപ്പിച്ച ചക്കയുൽപ്പന്ന നിർമ്മാണ പരിശീലനം തൊടുപുഴ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചക്കയിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക, അതിവിടെ പഠിപ്പിച്ചെടുത്തതിന് ശേഷം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കമ്പോളങ്ങളിൽ എത്തിച്ചു കൊടുത്ത് അതിലൂടെ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഒളിഞ്ഞുനോട്ടം നടത്തി വന്ന യുവാവ് പോലീസ് പിടിയിലായി. നടുക്കണ്ടം തട്ടാരത്തട്ടയിൽ സുനിൽ എന്ന 35 വയസ്സുകാരനാണ് പിടിയിലായത്. സ്ത്രീകൾ മാത്രമുള്ള പ്രദേശങ്ങളിലും വീടുകൾക്ക് സമീപവും ചുറ്റിത്തിരിയുകയും അസഭ്യം പറയുകയും അശ്ലീല ചേഷ്ടകൾ കാണിക്കുകയുമാണ് ഇയാളുടെ വിനോദം. ഇത് സംബന്ധിച്ച് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ 2 കേസുകൾ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും പിടിയിലായത്. തിങ്കളാഴ്ച രാത്രിയിൽ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടിലെത്തി ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയും അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്നാണ് കരിങ്കുന്നം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സ്ഥിരമായി സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ആളാണെങ്കിലും പോലീസുകാർക്ക് ഇയാൾ പ്രിയങ്കരനാണെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. സാമൂഹ്യവിരുദ്ധനായ ഇയാളുടെ ചിത്രം പകർത്താതിരിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർ വരട്ട് ന്യായങ്ങൾ പറഞ്ഞ് മാധ്യമ ക്യാമറാമാൻമാരെ മാറ്റിയതാണ് സംശയത്തിന് കാരണം. FIR എഴുതിയ ശേഷമേ ചിത്രം പകർത്താനാവൂ എന്നായിരുന്നു പോലീസ് നിലപാട്. തിങ്കളാഴ്ച രാത്രിയിൽ പിടിയിലായ ഇയാളുടെ FIR ചൊവ്വാഴ്ച 4:30 ശേഷമേ
എഴുതി തീരുകയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. ഇതേ തുടർന്ന് രാവിലെ സ്റ്റേഷനിലെത്തിയ മാധ്യമ ക്യാമറാമാൻമാർ മടങ്ങിപ്പോവുകയായിരുന്നു. ഒരു നാടിന് തന്നെ ശല്യക്കാരനായ യുവാവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും മറയ്ക്കുവാൻ കരിങ്കുന്നം പോലീസ് ശ്രമിച്ചതിനെക്കുറിച്ച് പോലീസിലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടാർത്തട്ട നടക്കുന്ന ഭാഗത്താണ് എൻ്റെ വീട്. ഇവിടെ എൻ്റെ വീട്ടിൽ സുനിൽ എന്ന് വിളിക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് വീടിന് ചുറ്റും വന്ന് രാത്രി കാലങ്ങളിൽ 7 മണി കഴിയുമ്പോൾ വീടിന് ചുറ്റും വന്ന് ബഹളം വയ്ക്കുകയും തുണിയില്ലാതെ നടക്കുകയും ജനലിൽ തട്ടി ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുകയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് കാണിക്കുന്നത് ചോദിച്ചാൽ അവിടെ നമ്മളെ അനാവശ്യമായി ചീത്ത പറയും, വൃത്തികെട്ട ഭാഷയെ സംസാരിക്കുകയും ചെയ്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുകയാണ്. അപ്പം ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 2-3 വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ടുണ്ട്. ഏത് വീട്ടിൽ ആ ഭാഗത്ത് ഏത് വീട്ടിൽ സ്ത്രീകൾ മാത്രം ഉണ്ടെന്ന് കാണുമ്പോൾ അവിടെ പുരുഷന്മാരില്ല സ്ത്രീകൾ മാത്രമാണെന്ന് കാണുന്ന ദിവസങ്ങളിലെല്ലാം ഇവൻ്റെ പരിപാടി വീട്ടിൽ വരിക, ഇതുപോലെ ശല്യം ചെയ്യുക. നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്ത് നമ്മൾ പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ നാട്ടുകാരെ വിളിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇവനത് മണിക്കൂറുകളോളം ചിലപ്പോൾ 2 മണി 3 മണി വരെ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി AKCC കല്ലാനിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. പള്ളി വികാരി ഫാദർ ജോസഫ് നീറമ്പുഴ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷാജി ഓലിക്കൽ, ജിജോ, സോജൻ അരിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മികച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് മുതലക്കുളം ഹോളി ഫാമിലി ആശുപത്രിക്ക് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യനും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ വിനയയും ചേർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി VS ശിവകുമാർ, KM മുരളീധരൻ MLA, പ്ലാന്റ് ഓപ്പറേറ്റർ KK രവി, KK മോഹനൻ, സിസ്റ്റർ സീലിയ, ഷിബു അഗസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.